ഹലോ, കുറച്ച് ദിവസമായിട്ട് നമ്മുടെയൊക്കെ സ്റ്റാറ്റസുകളിൽ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ്. ഇനി നിങ്ങളുടെ മക്കളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് നെയിം സ്ലിപ്പ് ചെയ്യാന്നുള്ള ഒരു പരസ്യം. സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയലാണ്. അത്ര വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. മെയിൻലി നമ്മളിതൊരു കാർട്ടൂൺ തീമിൽ ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചതിനെ കൊണ്ട് തന്നെ നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കി ഡോറയുടെ ഒരു പിക്കാണ് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡോറയുടെ പിക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുത്തതിന് ശേഷം ക്രോമി യൂസ് ചെയ്തിട്ട് റിമൂവ് BG കൊടുത്ത് പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തെടുത്ത് അതും ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ ക്യാൻവ ഓപ്പൺ ആക്കി പ്ലസ് ബട്ടൺ കൊടുത്ത് ബിസിനസ് കാർഡിൻ്റെ സൈസാണ് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നുള്ളത്. ഇതിനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. അത് എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രെയിംസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിനകത്ത് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ചൂസ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മുടെ ഈ ഒരു കാർഡിനകത്തേക്ക് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ആൻഡ് ക്രോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫേസ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതൊന്ന് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അതിൽ നെയിം, ക്ലാസ്, ഡിവിഷൻ, സ്കൂള്, സബ്ജക്റ്റ്, റോൾ നമ്പർ അത്രയും ഡീറ്റെയിൽസാണ് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ശേഷം നമ്മൾ ഈ ഡീറ്റെയിൽസിൻ്റെ എല്ലാം അലൈൻമെൻറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഗാലറിയിൽ പോയി നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ആൻഡ് അതും ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ട്രാൻസ്പെറൻസി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി നമ്മളൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനും ഫോട്ടോ ഒന്ന് ബ്ലറായി പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാർട്ടൂൺ തീമിൽ ചെയ്തതിനെ കൊണ്ട് തന്നെ ഒരു ലൈറ്റ് പിങ്കിഷ് ഒരു പർപ്പിൾ കളറാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമുക്കിത് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം.